25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കേന്ദ്ര സർക്കാരിന്റെയും തൊഴിൽ വകുപ്പിന്റെയും അംഗീകാരമുള്ള 2 വർഷ കാലയളവിൽ NCVT കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സിവിൽ ഡ്രാഫ്റ്റ്മാൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയ ട്രെയിനിങ്ങുകളിലേക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ലഭിക്കാനും ഏറെ ഉപകാരപ്രദമായ NCVT സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാം. എല്ലാ കോഴ്സുകളിലേക്കും പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. അഭ്യസ്ത വിദ്യരായ ആയിരക്കണക്കിന് പരിശീലകരെ നാടിന് സമ്മാനിച്ച കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം പഴയന്നൂർ. ഫോൺ 9447373741 9400095147. പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിൽ യോഗ ക്ലാസ് സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി യോഗ ക്ലാസ് സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ പാഞ്ഞാൾ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് വിജയാനന്ദ് K അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത യോഗാചാര്യ ദീപ്തി ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും പങ്കെടുത്തവർക്കായി യോഗ പരിശീലന ക്ലാസ് നയിക്കുകയും ചെയ്തു. ദൈനംദിന ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മാനസിക ആരോഗ്യത്തിന് അത് എങ്ങനെ സഹായിക്കുന്നുവെന്നതിനെക്കുറിച്ചും അവർ വിശദീകരിച്ചു. ചടങ്ങിൽ ലൈബ്രറിയൻ അജിത ബിജു, വായനശാല ഭരണസമിതി അംഗം രാജേശ്വരി OK തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വായനശാല അംഗങ്ങളും പ്രദേശവാസികളും ഉൾപ്പെടെ നിരവധി പേർ ക്ലാസ്സിൽ പങ്കെടുത്തു. കുറച്ച് ഉപയോഗിക്കാതെ വരുമ്പോൾ അത് തുറക്കുമ്പോൾ ആ വിചാരിക്ക് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവും ഇല്ലേ? എന്നിട്ട് നമ്മളതിനെ എണ്ണയൊക്കെ കൊടുത്തിട്ട് വേണം അത് തുറക്കാനും അടയ്ക്കാനും പറ്റും. വീണ്ടും നമ്മളതിനെ കുറേ വട്ടം എണ്ണ കൊടുത്ത് തുറന്നും അടയ്ക്കും ചെയ്യുമ്പോഴാണ് ആ വിചാരിക്ക് എന്തുണ്ടാകാം ഒച്ചൊന്നുമില്ലാതെ സ്മൂത്തായിട്ട് തുറക്കാനും അടയ്ക്കാനും പറ്റും. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ജോയിൻറ്റുകളും. അത് നമ്മളെന്നും അതിനെ പോളിഷ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നാൽ മാത്രം തന്നെയാണ് അത് ആക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തിന് ഉപയോഗം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്ത് വേണം? ദിവസവും ഒരു ചര്യയായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. വ്യായാമം എന്നതിലുപരി എന്ത് വേണം? നമുക്കതൊരു ആസ്വദിച്ച് ചെയ്യാനുള്ളൊരു മനസ്സും കൂടി വേണം. നമ്മൾ മനസ്സറിഞ്ഞത് വിചാരിച്ചാൽ മാത്രമേ അതിന് എന്തുണ്ടാവുള്ളൂ, ഗുണം ഉണ്ടാവുള്ളൂ കേട്ടോ. CCV ന്യൂസ് പാഞ്ഞാൾ.